നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭാരതത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ അങ്ങകലെ മെക്സിക്കോയിലും ഒരു രാമക്ഷേത്രം ഉയർന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാമക്ഷേത്രത്തിൻ്റെ ആഘോഷം തകർത്ത് പെയ്ത് മഴയായി പെയ്തിറങ്ങുമ്പോൾ അവിടെ മെക്സിക്കോയിലെ ഹൈന്ദവ സമൂഹം അതിലും വലിയ ലഹരിയിലായിരുന്നു. കാരണം അവിടുത്തെ ആദ്യത്തെ രാമക്ഷേത്രം ഇന്ന് ഭക്തർക്കായി തുറന്നുകൊടുത്തു. മെക്സിക്കോയിലെ കെറേറ്റാരോ എന്ന് പറയുന്ന നഗരത്തിലാണ് ഈ രാമക്ഷേത്രമുള്ളത്. ഇവിടെ തന്നെയാണ് ആദ്യത്തെ ഹനുമാൻ ക്ഷേത്രവും ഈ നഗരത്തിൽ തന്നെയാണ്. ഏതായാലും വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത്. ഏതായാലും ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഭാരതത്തിൽ മാത്രമല്ല മെക്സിക്കോയിലും ഒരു രാമക്ഷേത്രം ഉയർന്നു എന്നുള്ളത് തന്നെ ഈ ഹൈന്ദവ ഒരു വിശ്വാസികൾക്ക് ഏറെ ആനന്ദം പകരുന്നൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് വിദേശ രാജ്യങ്ങളിലടക്കം ഒരു ഹൈന്ദവതയ്ക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന് ഒരു ഉണർവ് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു പിന്തുണ ലഭിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ അവസരത്തിൽ കാണാൻ കഴിയും. ഏതായാലും മതം വളർത്താനോ ഇല്ലെങ്കിൽ ആരെങ്കിലും മതം മാറ്റാനോ ഹിന്ദുക്കൾ ഒരിക്കലും ശ്രമിക്കാറില്ല, ഹിന്ദു മതവും ശ്രമിക്കാറില്ല. പക്ഷേ പകരം കണ്ടറിഞ്ഞവരും കെട്ടറിഞ്ഞവരും അല്പാൽപ്പമെങ്കിലും ഹിന്ദുമതത്തിലേക്ക് അടുക്കുന്നു. അതിൻ്റെ പ്രതിഫലനം ലോകത്തെമ്പാടും കാണുന്നു. നമുക്കറിയാം, ഈ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഴ്ചകളോളം നീണ്ടു നിന്ന ആഘോഷമാണ്, പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ. ഏതായാലും ഇപ്പോൾ മെക്സിക്കോയിൽ രാമക്ഷേത്രം കൂടി വരുമ്പോൾ രാമൻ്റെ പ്രഭ പടരുകയാണ് ലോകം എമ്പാടും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.